ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചോസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തി ഡിസൈനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും സിൽക്ക് ത്രെഡ്സും ഒക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡും പിങ്ക് ഷെയ്ഡുമുള്ള സിൽക്ക് ത്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു വൈറ്റ് കളറിലെ പേളും കൂടെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയലിലേക്ക് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് തന്നെ ഞാനൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ കുർത്തിയുടെ യോക്ക് പോർഷനിലാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ വരുന്നത്. അപ്പോൾ ഈ ഒരു പെൻസിലിൻ്റെ പേര് ഗ്ലാസ് മാർക്കർ പെൻസിലാണ് അപ്സരയുടെ. അപ്പോൾ ആദ്യം ഞാൻ ഫ്ലവേഴ്സും ലീഫുകളും എല്ലാം ചെയ്ത് കൊടുത്തു. താഴെ ഏറ്റവും ടോപ്പിൽ നമ്മൾ ആ കട്ട് ചെയ്യണ ഭാഗത്തിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഞാൻ ആ ഒരു ലൈൻ കൊടുത്തിട്ടാണ് ഈ ഒരു ഡിസൈൻ വരച്ചേക്കുന്നത്. പിന്നെ മുകളിലേക്ക് കുറച്ച് ഡോട്ട്സ് കൊടുത്തിരിക്കുന്നത് സ്പ്രെഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഈ യോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 14 ലെങ്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ 14 ലെങ്തിലാണ് താഴെ നിന്ന് മുകളിലേക്ക് ഒരു 4 ഇഞ്ചോളം 4 അല്ലെങ്കിൽ 5 ഇഞ്ചോളം മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതായത് യോക്കിൻ്റെ താഴത്തെ പോർഷനിൽ നിന്ന് എന്നിട്ട് ഇതേപോലെ 2-3 ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്തുനിന്ന് സ്റ്റെംസും പിന്നെ കുറച്ച് ബീഡ്സുകളും കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും അതായത് സെൻറ്ററിൽ നിന്ന് ഡിഫറെൻ്റായിട്ടാണ് ഇപ്പുറത്തെയും ലെഫ്റ്റിലും റൈറ്റിലും ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പം ഞാൻ മെറ്റീരിയലിലേക്ക് വരച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ആദ്യം ഇത് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ത്രെഡ് ഞാൻ എടുത്തേക്കുന്നത് ഒരു 4 സ്ട്രാൻഡ്സിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 സ്ട്രാൻഡ്സിലെടുത്തിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല തിന്നായിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ ഒരു ഡിസൈൻ കിട്ടുവേ. അപ്പോൾ ഇതേപോലെ ഓരോ സ്റ്റിച്ചസായിട്ട് താഴെ നിന്ന് നമ്മൾ മുകളിലേക്ക് നീഡിൽ കൊണ്ടുവരുക. നീഡിലിൻ്റെ അകത്തുകൂടി അതായത് അടിയിൽ കൂടി ത്രെഡും ആ നീഡിലൂടെ വലിച്ചെടുക്കുക. അപ്പോൾ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ചായിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കിട്ടും. ലോക്കിട്ടാണ് നമുക്കിങ്ങോട്ട് കിട്ടുന്നത്. നമുക്ക് ഓരോ ഭാഗങ്ങൾ നമുക്ക് ലോക്കിട്ടാണ് നമ്മളിങ്ങോട്ട് പോരുന്നത് കേട്ടോ. ഭയങ്കര എളുപ്പമായിട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്, ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് വലിയൊരു എളുപ്പമായിട്ടോ. നമുക്ക് ഇതേപോലെ തന്നെ നമ്മളൊരു പിങ്ക് ഷെയ്ഡ് കളറിലെ കാണിച്ചില്ലേ, ആ ഒരു കളറിലെ ഫ്ലവറും കൂടി ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു പെറ്റൽ നമ്മൾ ചെയ്തു. അപ്പോൾ പെറ്റലിൻ്റെ അതേ സെയിം അളവിൽ തന്നെ നമ്മൾ ചെയ്ത് വരണം. അപ്പോൾ ആ ഒരു ഭാഗം വരുമ്പോൾ താഴേക്ക് നമ്മൾ ഒരു പെറ്റലാക്കി വരച്ചിരിക്കുകയാണല്ലോ, അവിടെ വരുമ്പോഴേ താഴേക്കൊരു എന്താ പറയുക ഫ്ലവറിൻ്റെ ആ ഒരു ഗ്യാപ്പ് പോലത്തെ ആ ഒരു ഭാഗം ഫീൽ ചെയ്യണം ചെയ്ത് വരുമ്പോൾ. അപ്പോൾ ഇതേപോലെ ഓരോ പെറ്റൽസും നമ്മൾ ചെയ്ത് കൊടുക്കുകയാണേ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഒറ്റ ദിവസമൊക്കെ മതി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ സെൻറ്ററിൽ കണ്ടോ നമുക്കൊരു ഹോള് പോലെ കിട്ടുന്നുണ്ട്, നമുക്ക് ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ആ സ്പേസുള്ള ഭാഗത്ത് നമ്മൾ ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ത്രെഡ് വലിച്ചിട്ട് അങ്ങ് ലോക്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആ ഒരു ത്രെഡ് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സെൻറ്ററിലൊരു ബീഡ്സും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി നമുക്ക് ആ പിങ്ക് ഷെയ്ഡിലുള്ള കളേഴ്സ് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഞാൻ സ്റ്റെമ്മൊക്കെ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ സ്റ്റെം ചെയ്യാനായിട്ട് കട്ട് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ബീഡ്സായിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ ഒരു സ്റ്റെമ്മൊക്കെ അങ്ങ് ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര എളുപ്പത്തിലായിട്ടോ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതിപ്പോൾ ഞാനൊരു ബ്ലാക്ക് കളറിലെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ത്രെഡിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ ബീഡ്സും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കാവേ. വളരെ ഈസിയാണ് കേട്ടോ. കാരണം സെൻറ്ററിലെ ഫ്ലവേഴ്സും സ്റ്റെംസും ഒക്കെ കുറച്ച് ഡിഫറെൻ്റാണ്. ഞാൻ പിക്ചറിൽ കാണിച്ചിട്ടുണ്ടല്ലോ. ലെഫ്റ്റിലും റൈറ്റിലും ഫ്ലവേഴ്സ് വരുമ്പോൾ ഫ്ലവേഴ്സ് സെയിം തന്നെയാണ്, പക്ഷേ അധികം സ്റ്റെംസ് അവിടെ വരുന്നില്ല. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. പാറ്റേൺ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റെമ്മിന് നമ്മൾ ഒരു 3 ബീഡ്സ് വെച്ചിട്ട് വൈറ്റ് കളറിലെ പേൾ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒരു 3 ബീഡ്സ് അപ്പുറത്തും ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു ഫ്ലവറും അതേപോലെ ഈ ഒരു ബീഡ്സും ഈ ഒരു ഭാഗത്ത് മാത്രമേ വന്നിട്ടുള്ളൂ, അതായത് സെൻറ്റർ ഭാഗത്ത് മാത്രമേ വന്നിട്ടുള്ളൂ, സെൻറ്ററിലെ ഫ്ലവേഴ്സിൻ്റെ ഭാഗത്ത്. ബാക്കിയുള്ളിടത്തൊക്കെ അതായത് ലെഫ്റ്റും റൈറ്റും നമ്മൾ വരച്ചിരിക്കുന്ന ഭാഗത്തൊന്നും ഈ ഒരു ഫ്ലവർ വന്നിട്ടില്ല. ബാക്കി എല്ലാ സ്റ്റെംസും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. 3 ബീഡ്സും 3 കട്ട് ബീഡ്സും ഒരു എന്താ പറയുക സ്മോൾ ബീഡ്സും കൂടി വെച്ചിട്ട് 2 സൈഡിലേക്ക് ജസ്റ്റ് പെറ്റുള്ള പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ലീഫാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് 2 സൈഡിലും ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ആ വെള്ളമുത്ത് നമ്മൾ പിടിപ്പിച്ചില്ലേ, ആ വെള്ളമുത്ത് 2 സൈഡിലും പിടിപ്പിച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ ലീഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലീഫിൻ്റെ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മൾ ഒന്ന് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സെൻറ്ററിൽ ആ ഗ്യാപ്പുള്ളിടത്ത് ഒരു 3 ബീഡ്സ്, താഴോട്ട് വരുമ്പോൾ ഒരു 4 ബീഡ്സ് വെച്ചിട്ട് നമ്മൾ അതിനകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് ആ ഒരു ലീഫൊന്ന് മുഴച്ച് നിൽക്കും. ഇനിയിപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത്രയും ഭാഗം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ ഇനി ബാക്കിയുള്ള ഭാഗം കൂടി ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അതിനകത്ത് കണ്ടോ ഒരു പോയിൻറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, അവിടെ ഞാൻ ഈ ഒരു വൈറ്റ് കളറിലെ ത്രെഡ് അല്ലെങ്കിൽ ക്രീം കളറിലെ ത്രെഡ്, ഞാൻ ഇപ്പോൾ ഒരു ക്രീം കളറിലെ ത്രെഡായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ സെൻറ്ററിൽ ഒരു ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഓരോ ഫ്രഞ്ച് നോട്ട് പോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് 2 ടൈംസ് നീഡിലിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പതിയെ താഴേക്ക് വലിച്ചു കൊടുത്താൽ മതി, ടൈറ്റായിട്ട് വലിച്ചു കൊടുത്താൽ മതി, നമുക്ക് ഫ്രഞ്ച് നോട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ അതിന് ചുറ്റും ആ ഒരു ബീഡിന് ചുറ്റും നമുക്ക് ആ ഫ്രഞ്ച് നോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡിസൈൻ വരുന്നിടത്തൊക്കെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ആ ഒരു പോയിൻറ്റ്സ് ഇട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെയും ഫ്രഞ്ച് നോട്ട് സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, അപ്പോൾ അത് ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാൻ ഇത്രയും എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെൻറ്ററിലെ ഫ്ലവേഴ്സിന് ഒരുപാട് ലീഫുകളും സ്റ്റെമ്മുകളും ഒക്കെ വന്നിട്ടുണ്ട്. അതേസമയം ലെഫ്റ്റിലും റൈറ്റിലെയും ഫ്ലവേഴ്സിന് അധികം സ്റ്റെമ്മും ലീഫും ഒന്നും വന്നിട്ടില്ല, കുറച്ച് ഭാഗമേ വന്നിട്ടുള്ളൂ കണ്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തു, നമ്മുടെ ഫ്രഞ്ച് നോട്ട് ഫ്ലവേഴ്സും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്രഞ്ച് നോട്ട് ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആ മുകളിലേക്കുള്ള ബീഡ്സാണ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തതിൻ്റെ അകത്ത് നല്ലതായിട്ട് തന്നെ ബീഡ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു വൈറ്റ് കളറിലെ പേള് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം ഒത്തിരി അടുപ്പിച്ച് വേണ്ട, ഒത്തിരി അകലത്തിലും വേണ്ട, അത്യാവശ്യം ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇതിനകത്ത് ഒരു 3 ബീഡ്സ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഭാഗത്തായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ബീഡ്സ് ഡിസൈൻ ആണെങ്കിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാക്കിയുള്ള ഫ്ലവേഴ്സും ബീഡ്സുകളും എല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിലത്തെ ഭാഗം ഫില്ല് ചെയ്ത് കൊടുക്കണം. അവിടെ ഞാൻ ഷുഗർ ബീഡ്സ് ആയിട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷുഗർ ബീഡ് ആദ്യം ഞാൻ ഒരെണ്ണം ഫിക്സ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബീഡും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു കണ്ടോ. എന്നിട്ട് തൊട്ട് താഴേക്ക് നീക്കിയിട്ട് നീഡിലെടുക്കുക. അതിനുശേഷം ഒരു ബീഡിങ് എടുത്തിട്ട് ആ സെൻറ്റർ ഭാഗത്തേക്കൊന്ന് കുത്തുക. ഇപ്പം നമുക്കൊരു 3 ബീഡ്സ് അടുപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊന്ന് ലോക്കിട്ട് കൊടുക്കാം. ലോക്കിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കൊടുക്കുകയാണേ. അപ്പോൾ അതനങ്ങാതെ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഭാഗവും ചെയ്ത് കൊടുക്കുക. കാരണം നമ്മുടെ ഈ യോക്കിൻ്റെ പോർഷൻ അത്രയും ഭാഗത്ത് മാത്രമേ ബീഡ്സ് സ്പ്രെഡിങ് വന്നിട്ടുള്ളൂ, മുകളിൽ ഏറ്റവും ടോപ്പിലേക്ക് വന്നിട്ടില്ല. അതായത് നെക്കിൻ്റെ മാർക്കിംഗ് ഭാഗത്തേക്കൊന്നും നമുക്ക് വരുന്നില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിട്ടോ വരുന്നത്. ഇതേപോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടോ. ബ്ലാക്കിൽ കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ ബ്ലൂവിലാണെങ്കിൽ നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് ഓൾ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്